ദിലീപിനെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയ നിർമ്മാതാവാണ് ലിബർട്ടി ബഷീർ. അയാളാണ് പറഞ്ഞത്, തുടരൂവിന് പിന്നാലെ ദിലീപിന്റെ സിനിമയ്ക്ക് കൂടുതൽ ടിക്കറ്റുകൾ ഒന്നിച്ചു പോകുന്നു. ലിബർട്ടി ബഷീറിന് പോലും ദിലീപിനെ കുറിച്ച് പറയേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇത് ദിലീപിന്റെ പുനർജന്മമാണ്. മോഹൻലാലിനെ നായകനാക്കി സത്യൻ അന്തിക്കാട് ചെയ്യാനിരിക്കുന്ന ചിത്രം കൂടി വിജയിച്ചാൽ വീണ്ടും അദ്ദേഹം ഒന്നാം സ്ഥാനക്കാരനായി അണിയിക്കപ്പെടും. മോഹൻലാൽ പിന്നോക്കം പോയെന്ന് ചില യൂട്യൂബ് ചാനലുകൾ പറഞ്ഞിരുന്നു. എന്നാൽ താൻ എങ്ങും പോയില്ലെന്ന് മോഹൻലാൽ തെളിയിച്ചതുപോലെ ദിലീപും ജനപ്രിയ നായകനായി തന്നെ തുടരും. മോഹൻലാലിന് എതിരാളികൾ ഇല്ലാത്തതാണ് അദ്ദേഹം നേരിടുന്ന പ്രധാന പ്രശ്നം. കാരണം മമ്മൂട്ടിയില്ല, സുരേഷ് ഗോപിയില്ല, ജയറാമില്ല, ദിലീപില്ല. ഇയാൾ ഒറ്റയ്ക്കായി. കോമഡി ചെയ്യാൻ ദിലീപിനോളം കഴിവുള്ള ഒരു നടനും ഇല്ല. പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടപ്പോൾ തോന്നിയത് മലയാള സിനിമയിൽ ദിലീപിനെ പോലെ കോമഡി ചെയ്യാൻ എതിരാളികൾ ഇല്ലെന്നാണ്.